നമസ്കാരം. ന്യൂയോർക്കിലെ ലാഗ്വാഡിയ വിമാനത്താവളത്തിൽ എയർ കാനഡ എക്സ്പ്രസ് വിമാനവും ഫയർ എഞ്ചിനും തമ്മിൽ കൂട്ടിയിടിച്ച അപകടത്തിൽ വിമാനത്തിന്റെ 2 പൈലറ്റ്മാരും കൊല്ലപ്പെട്ടു. കാനഡയിലെ മോൺട്രിയലിൽ നിന്ന് വരികയായിരുന്ന എയർ കാനഡ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. പ്രാദേശിക സമയം രാത്രി 11:38 അപകടമുണ്ടായതെന്നാണ് വിവരം. അപകടത്തിൽ മറ്റ് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അഗ്നിശമന സേനാംഗങ്ങൾ, പോർട്ട് അതോറിറ്റി പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്കാണ് പരിക്കേറ്റത്. വിമാനം ട്രക്കിലിടിക്കുന്നതിൻ്റെയും രക്ഷാപ്രവർത്തനത്തിൻ്റെയും വീഡിയോ ദൃശ്യങ്ങളും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. വിമാനത്തിന്റെ മുൻഭാഗമാണ് ട്രക്കിലിടിച്ചതെന്നാണ് ഔദ്യോഗിക വിവരം. നോവാ സ്കോട്ടിയയിലെ റീജിയണൽ എയർലൈനായ ജാസ് ഏവിയേഷന്റെ കീഴിലുള്ള വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. എയർ കാനഡയ്ക്ക് വേണ്ടിയാണ് വിമാനം സർവീസ് നടത്തിയിരുന്നത്. അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ ഉടനടി ആരംഭിച്ചതായും പോർട്ട് അതോറിറ്റി ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോർട്ട് അതോറിറ്റി പോലീസ് വകുപ്പും സംഭവസ്ഥലത്തുണ്ടെന്നും പോർട്ട് അതോറിറ്റി വക്താവ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. റൺവേ 4-ൽ വിമാനവും വാഹനവും തമ്മിൽ കൂട്ടിയിടിച്ചതായി റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് ന്യൂയോർക്ക് ഫയർ ഡിപ്പാർട്ട്മെന്റ് ഡെയിലി മെയിലിനോടും സ്ഥിരീകരിച്ചു. അപകട സമയത്ത് വിമാനത്തിൽ 76 യാത്രക്കാരും ജീവനക്കാരും ഉണ്ടായിരുന്നതായിട്ടാണ് റിപ്പോർട്ട്. മറ്റൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിമാനത്താവളം അടച്ചിടുകയാണെന്ന് ലാഗ്വാഡിയ എയർപോർട്ട് അധികൃതർ നേരത്തെ പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു. അഗ്നിശമന സേനാ വാഹനത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനും പോലീസ് ഓഫീസറും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ നിലവിൽ തൃപ്തികരമാണെന്നും ജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ള പരിക്കുകളില്ലെന്നും ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി. ഞാനും ചെയർമാനും അവരെ 2 പേരെയും ആശുപത്രിയിൽ പോയി കണ്ടു. അവർക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളെ വിവരം അറിയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി. യാത്രക്കാരുടെ പരിക്കുകളെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ പറയാനാകില്ലെന്നും എന്നാൽ ചിലരുടെ പരിക്ക് ഗുരുതരമാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അപകടത്തെ തുടർന്ന് വിമാനത്തിലെ യാത്രക്കാരെ ഉടൻ തന്നെ പുറത്തിറക്കി ടെർമിനലിലേക്ക് മാറ്റിയിരുന്നു. ഇവർക്കായി മറ്റൊരു വിമാനം ഏർപ്പെടുത്തിയതായി എയർലൈൻ അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ വിമാനത്താവള അധികൃതരും ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വിമാനം ഫയർ ട്രക്കുമായി കൂട്ടിയിടിച്ചത് എന്നതിനെക്കുറിച്ച് വിശദമായ പരിശോധനയും നടന്നു വരികയാണ്. യാത്രക്കാർക്ക് കാലതാമസം നേരിടാൻ സാധ്യതയുണ്ടെന്നും ഈ പ്രദേശം ഒഴിവാക്കാൻ ശ്രമിക്കണമെന്നും ന്യൂയോർക്ക് സിറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ലാഗ്വാഡിയ വിമാനത്താവളത്തിലെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് വിമാനത്താവളത്തിലേക്കുള്ള എല്ലാ റോഡുകളും ഹൈവേ എക്സിറ്റുകളും മറ്റൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിടുകയാണെന്നും മറ്റൊരു അറിയിപ്പുണ്ടാകുന്നവരെ അടച്ചിട്ടിരിക്കുകയാണ്. ലാഗ്വാഡിയ വിമാനത്താവളത്തിന് സമീപം വിമാനങ്ങൾ റദ്ദാക്കാനും ലാഗ്വാഡിയ വിമാനത്താവളത്തിലെ റോഡുകൾ അടച്ചിടാനും ഗതാഗതക്കുരുക്കിന് സാധ്യതയുണ്ടെന്നും അതിനാൽ അടിയന്തര സേവന വിഭാഗങ്ങളുമായി സഹകരിക്കണമെന്നും ന്യൂയോർക്ക് സിറ്റി ഫയർ ഡിപ്പാർട്ട്മെന്റ് എക്സിൽ കുറിച്ചു. മറ്റിതര പാതകൾ ഉപയോഗിക്കണമെന്നും ഫയർ ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശിച്ചു. അപകടത്തിന് പിന്നാലെ പോർട്ട് അതോറിറ്റി പോലീസ് വിമാനത്തിന്റെ മുൻഭാഗം നീക്കം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ന്യൂയോർക്കിൽ മഴ പെയ്തിരുന്നതിനാൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം വിമാന സർവീസുകൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്ന് രാത്രി 8:30 തന്നെ ലാഗ്വാഡിയ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. DHS ഫണ്ടിങ്ങിനെ ചൊല്ലിയുള്ള തർക്കം മൂലം വിമാനത്താവളങ്ങൾ കടുത്ത സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നതിനിടയിലാണ് ദാരുണമായ അപകടം ഉണ്ടായിരിക്കുന്നത്. ശമ്പളം ഇല്ലാതെ ജോലി ചെയ്യാൻ നിർബന്ധിതരായ ജീവനക്കാരും നീണ്ട സെക്യൂരിറ്റി ക്യൂവിൽ വലയുന്ന യാത്രക്കാരും ഉൾപ്പെടെ വലിയ വെല്ലുവിളികളാണ് ലാഗ്വാഡിയ അടക്കമുള്ള വിമാനത്താവളങ്ങൾ നേരിടുന്നത്. ഞായറാഴ്ച രാവിലെ വിമാനത്താവളത്തിലെ തിരക്ക് പാർക്കിംഗ് ഏരിയ വരെ നീണ്ടതായും 3 മണിക്കൂർ വരെ കാത്തു നിൽക്കേണ്ടി വന്നതായും യാത്രക്കാർ വെളിപ്പെടുത്തിയിരുന്നു. മണിക്കൂറിൽ ഏകദേശം 39 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുമ്പോഴാണ് വിമാനം ട്രക്കിലിടിച്ചത്. അപകടത്തിന് പിന്നാലെ ലാഗ്വാഡിയയിൽ ഇറങ്ങേണ്ടിയിരുന്ന വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിടുകയോ പുറപ്പെട്ട ഇടങ്ങളിലേക്ക് തന്നെ മടങ്ങുകയോ ചെയ്തിട്ടുണ്ട്. എയർ കാനഡയോ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനോ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. അപകടത്തിന് പിന്നാലെ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടാനുള്ള വിമാനങ്ങൾക്ക് US ഫെഡറൽ ഏവിയേഷൻ ഗ്രൗണ്ട് സ്റ്റോപ്പ് നിർദ്ദേശം പുറപ്പെടുവിച്ചു. അടിയന്തര സാഹചര്യം കണക്കിലെടുത്താണ് നടപടി. ഈ സമയം ദീർഘിപ്പിച്ചേക്കാമെന്നും സൂചനകളുണ്ട്. പ്രാദേശിക സമയം വൈകുന്നേരം 6 മണി വരെ വിമാനങ്ങൾക്ക് പറന്നുയരാൻ അനുമതിയില്ലെന്ന് പൈലറ്റ്മാർക്ക് നൽകിയ സന്ദേശത്തിലും വ്യക്തമാക്കുന്നു.